മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഒരു കാലത്തും ബന്ധമില്ല. 2021 ഇതേ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും മറുപക്ഷത്ത് തന്നെയായിരുന്നു. UDFന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അന്ന് 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചില്ലേ? അപ്പോൾ പെട്ടെന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ തിരിച്ചടി കിട്ടുമ്പോൾ ഈ രീതിയിലുള്ള വർഗീയ കൂട്ടായ്മയെക്കുറിച്ച് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പ്രസംഗങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചൂണ്ടിക്കാണിച്ച് വീണ്ടും തങ്ങളുടെ കയ്യിലുള്ള പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണോ കാണേണ്ടത്? നികേഷ്, നമ്മളിതിനെ കാണേണ്ടത് മുഖ്യമന്ത്രി ഈ പ്രശ്നം എടുത്തിട്ടത് അദ്ദേഹം നടത്തിയുള്ള പ്രതികരണം അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് എന്ന രീതിയിൽ കാണുമ്പോൾ ആണ് അബദ്ധമുണ്ടാവുന്നത്. മുഖ്യമന്ത്രി കൃത്യമായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രചരണത്തിൻ്റെ ആദ്യ വിത്തിടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇതേ SDPIയും മറ്റും അപ്പുറത്തായിരുന്നല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിന്നിരുന്നത് LDF വിരുദ്ധമായിട്ടാണ്. പക്ഷേ അന്ന് 99 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്തുകൊണ്ട് മാറ്റം? ഈ മാറ്റത്തിൻ്റെ പ്രശ്നത്തേക്കാൾ കൂടുതൽ അതിന് കുറേ കാരണങ്ങളുണ്ട്. ഈ LDFൻ്റെ പരാജയത്തെ ഇപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഒറ്റയടിക്ക് ആണിയടിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം SDPIയും ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അവർ മാറി വോട്ട് ചെയ്തു എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും NDFൻ്റെയോ PFIയുടെയോ അല്ലെങ്കിൽ SDPIയുടെ ഒക്കെ മൊത്തം വോട്ടുകളും UDFന് കിട്ടിയത് കൊണ്ടുള്ള പരാജയമാണ് എന്നതിനേക്കാൾ ഇത്തവണ അവർ UDFന് വേണ്ടി അരയും തലയും മുറുക്കിയിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എല്ലാ ആളുകൾക്കും മലബാർ പ്രദേശത്ത് ഇപ്പം എല്ലാവർക്കും ഷംസുദ്ദീൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ള UDFൻ്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ആവേശത്തിൽ LDFനെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഈ പ്രസ്ഥാനക്കാർ. അവരുടെ വോട്ട് മറിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അതുമല്ല മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇത് പറയുന്നതിന് പിന്നിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നിലപാട് SDPIയോടും അല്ലെങ്കിൽ PFIയോടും ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ കടുത്ത വിരോധമുള്ള പ്രസ്ഥാനമാണ് സമസ്തയുടെ മുഷാവറയുടെ പല ഘട്ടങ്ങളിലത് തീരുമാനങ്ങളിലും ഒരിക്കൽ പോലും അവർ തൊട്ടുകൂടാത്ത വിഭാഗങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒന്ന് RSS സംഘപരിവാർ, രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി, മൂന്നാമത്തേത് ഈ PFI ഉൾപ്പെടുന്ന ഈ SDPI ഉൾപ്പെടുന്ന വിഭാഗം. ഈ ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും AP ആയിട്ട് പോലും വേണമെങ്കിൽ അവരുടെ വാർത്തകളൊക്കെ കൊടുക്കുന്ന രീതി അവരുടെ മുഖപത്രത്തിലൊക്കെ അവരെടുത്ത നിലപാടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ദഹിക്കാത്ത ഒരു കാര്യമാണ് SDPI മറ്റും അവരുടെ പിന്തുണ കൊണ്ട് അവരുടെ ശ്രമഫലമായിട്ട് നേട്ടമുണ്ടാക്കിയതുള്ളത്. അത് അവരുടെ ഇടയ്ക്കിടയിലുണ്ട് ഒരു പ്രശ്നമുണ്ട്. ആ ഒരു വിചാരം, ആ ഒരു സാധ്യത വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ പിണറായി ഇപ്പോഴത്തെ കാലത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രഖ്യാപിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ആ കാര്യം അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം. ഈ SDPI വോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊണ്ടോ മാത്രമല്ല ഈ 19 മണ്ഡലങ്ങളിലും പരാജയം സംഭവിച്ചതെന്നുള്ള കാര്യം. അതിന് കാരണം മറ്റ് പലതുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. പല ആളുകളുടെയും പ്രതികരണത്തിലെ ശൈലിയിലെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് മാത്രം പറയുന്നു. സജീവൻ, നോക്കൂ, നമ്മൾ ഐസ്ക്രീം പാർലർ കേസ് മുതൽ പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് CPMലെ ആദ്യഘട്ടത്തിലെ പിണറായി വിജയൻ വിഭാഗവുമായി
മുസ്ലിം ലീഗിനൊരു തന്ത്രപരമായ സഹകരണം ഉണ്ടായിരുന്നു, പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് തന്ത്രപരമായ സഹകരണം ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെയാണ്? പിന്നീട് ഔദ്യോഗിക വിഭാഗം പൂർണ്ണമായി പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പോൾ ഈ രണ്ട് പ്രതിപക്ഷങ്ങൾ എടുക്കുക, 2016, 2021, 2021, 24 വരെയുള്ള പ്രതിപക്ഷത്തെ എടുക്കുക. നിഷ്ക്രിയമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ എഞ്ചിനായിട്ടുള്ള മുസ്ലിം ലീഗ് വേണ്ടത്ര ചലിക്കുന്നില്ല എന്ന കാരണത്താലാണ്. അവിടെ പിണറായി വിജയന് ആ നിലയിലൊരു വിജയവും ഉണ്ടായിരുന്നു. കാരണം വലിയ പ്രക്ഷോഭങ്ങളെ ഒന്നും ഈ രണ്ട് സർക്കാരുകൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു, ചന്ദ്രിക മുണ്ടുടുത്ത മോദി എന്ന് എഴുതി വെക്കുന്നു. അപ്പോൾ ഇനി എന്താണ് കാണാൻ പോകുന്നത്? ഇത് 2 വർഷമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ശക്തമായിട്ട് വരുന്നതെന്നുള്ള കാരണം നമുക്കറിയാം. അതായത് CPM-ൻ്റെ പിന്തുണയോട് കൂടിയിട്ട് സമസ്തയിലൊരു വിഭാഗം ആ ഒരു വിഭാഗം നിൽക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്നു. ലീഗിനകത്ത് തന്നെ ഉള്ള ലീഗിന് മൊത്തമായിട്ട് കിട്ടേണ്ട വോട്ടുകളായിട്ടുള്ള സമസ്ത വോട്ടുകൾ അത് ഭിന്നിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രശ്നമുണ്ടാകുന്നു. കുറേ CIC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള വിഭിന്നത ഉണ്ടാക്കുന്നു. ആ ഭിന്നത വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനത്തിൻ്റെ പ്രക്ഷോഭം പൂർണ്ണമായിട്ടും കയ്യിലെടുത്തുകൊണ്ട് മുഴുവൻ മുസ്ലിം സംഘടനകളെയും തങ്ങളുടെ കൊടിക്കയിൽ കൊണ്ടുവരുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് ശ്രമിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് സമസ്തയെ ഇപ്പുറത്ത് കൊണ്ട് അവരുമായി ചർച്ച നടത്തിയൊക്കെ ചെയ്തിട്ടുള്ളത് CPM ആണ്, പിണറായിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മുതൽ വിരോധം തുടങ്ങും. CIC പ്രശ്നത്തിൽ നമ്മളുടെ ഇത് രൂക്ഷമാവും. ഇതിങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നത്തിൽ CPM ലീഗിന് കിട്ടേണ്ട വോട്ട്, ലീഗിൻ്റെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിപ്പിച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അതാണ് സത്യത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം. ഈ സമസ്തയിൽ ഇത്തരം ഒരു പ്രശ്നം, സമസ്ത ഈ ലീഗ് വിരുദ്ധരായിട്ട് മാറുന്നതിൽ, സമസ്തയിൽ മുഴുവനല്ല കുറേ പേര് മാറുന്നതിൽ പിന്നിൽ CPM-ന് ശ്രമമുണ്ട് എന്നുള്ള വലിയ തോന്നൽ ഉണ്ട്. അത് ആണ് ഇപ്പോൾ പാണക്കാട് തെങ്ങന്മാരെ ശക്തമായിട്ടൊന്നും ഇങ്ങനെ പറയാറില്ല. ഇത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഒന്നും ഇത്രയും രൂക്ഷമായിട്ട് അവർ പ്രതികരിക്കാറ്, മറ്റുള്ള ആളുകളാണ് പ്രതികരിക്കുക. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നു വെച്ചാൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട CIC പ്രശ്നത്തിലുൾപ്പെടെ വളരെ രൂക്ഷമായ നിലപാടുകൾ ഉണ്ടാകുന്നു. ലീഗുമായിട്ട് വളരെ കടുത്ത ശത്രുതയിലേക്ക് സമസ്ത പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതിന് കാരണക്കാർ CPM ആണ്, പിണറായിയാണെന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ആ ശത്രുതയുണ്ട്. ആ ശത്രുത ഇനിയിപ്പോൾ ഇതൊക്കെ വരുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ ലീഗ് നേതാക്കന്മാരെല്ലാവരും ശക്തമായിട്ട് പ്രതികരിച്ചു. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇപ്പോൾ ശംസുദ്ദീനൊക്കെ ഗംഭീരമായിട്ട് പ്രതികരിച്ചല്ലോ. ഇതിനെ അങ്ങോട്ട് ശക്തമായിട്ട് കൂടും. ഇത് രണ്ട് വിഭാഗം ആവേശത്തോടു കൂടി നടത്തും. കാരണം CPM-നെ അല്ലെങ്കിൽ LDF-നെ പ്രധാനമായും വേണ്ടത് ഈ PFI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ എതിർക്കുന്ന വിഭാഗത്തെ, സമസ്തയെ അവരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ പരാജയം 19 സീറ്റും പോയത് അല്ല, അതിൻ്റെ ഒരു കൊതിക്കറിവല്ല പിണറായി നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. Debate with MV Nikesh Kumar.